നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ ആർമിയിലേക്ക് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ASC സെൻട്രൽ സൗത്ത് ബാംഗ്ലൂരിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 4 സെപ്റ്റംബർ 2026 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 4 സെപ്റ്റംബർ 2026 ആണ് ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അപേക്ഷിക്കാം തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആകെ 62 വേക്കൻസി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ഒരുപാട് പേര് ഓൾ ഇന്ത്യ എന്ന് വരുന്ന അപേക്ഷയാണ്. അപ്പോൾ 62 വേക്കൻസിയേ ഉള്ളൂ. നല്ലൊരു അവസരം തന്നെയാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യണം. പക്ഷേ ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്കിതിന് ടൈമാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ആകുന്നത്. മറ്റ് പൈസ വലിയ രീതിയിൽ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും സമയം നല്ല രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ്. അപേക്ഷ ഫില്ല് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഓടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പോസ്റ്റുകൾ കാണാൻ സാധിക്കും. CCI എന്ന് പറയുന്ന പോസ്റ്റ് ബാംഗ്ലൂർ സ്റ്റേഷനിൽ മാത്രമേ. CCI എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ് കേട്ടോ. CCI എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് പറയുന്നതാണ്. പിന്നെ കുക്ക് കാണാൻ സാധിക്കും, പൂനെയിലാണ് വന്നിട്ടുള്ളത്. MTS ചൗക്കിദാർ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലീനർ വന്നത് കാണാൻ സാധിക്കും. ലേബറർ വന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സിവിൽ മോട്ടോർ ഡ്രൈവർ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫയർ എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. അതൊക്കെ ഏത് സ്റ്റേഷനിലാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫയർമാൻ വന്നത് കാണാൻ സാധിക്കും. സ്ഥലത്താണ് ഫയർമാൻ വന്നിട്ടുള്ളത്. ഏതൊക്കെ സ്റ്റേഷനിലാണെന്ന് കാണാൻ സാധിക്കും. ഡൽഹി, അതുപോലെ തന്നെ ശ്രീനഗർ, ഇവിടെയൊക്കെ നമുക്ക് ഫയർമാൻ പോസ്റ്റ് വന്ന് കാണാൻ സാധിക്കും. പിന്നെ ലീഡിംഗ് ഫയർമാൻ പോസ്റ്റാണ്. അത് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഏതൊക്കെ എയർഫോഴ്സ് സ്റ്റേഷനിലാണെന്നുള്ളതും അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രധാനമായിട്ടും ആഴ്ന്നിറങ്ങുന്നത്. ആദ്യം തന്നെ സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ, നമ്മൾ ആദ്യം പറഞ്ഞ CCI, അതിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തത്തുല്യോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഡിപ്ലോമ ഓർ കാറ്ററിംഗ് സർട്ടിഫിക്കറ്റ് വേണം. ഇൻ കാറ്ററിംഗിലാണ് കേട്ടോ പറയുന്നത്. ഡിപ്ലോമ ഇൻ കാറ്ററിംഗിലാണ് പറയുന്നത് കേട്ടോ. ഡിപ്ലോമ കാറ്ററിംഗ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ട് നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് കൂടി എന്ത് ചോദിക്കുന്നുണ്ട്, ആവശ്യമായിട്ട് പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിൽ പ്രശ്നമില്ലാന്ന് ശ്രദ്ധിക്കുക. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കുക്കാണ്. കുക്കിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് നോളജ് ഓഫ് ഇന്ത്യൻ കുക്കിങ്ങിലുള്ള അറിവും പറയുന്നുണ്ട്. പിന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന നൽകും. ഇനി MTS ആണ്. 10ാം ക്ലാസ് മാത്രമാണ് യോഗ്യത. ഈ ട്രേഡിലുള്ള വർക്ക് നല്ല രീതിയിൽ അറിയാമെന്നാണെങ്കിൽ അവർക്ക് നല്ലതാണ്. അതൊരു ഇത് തന്നെയാണ്. വർക്കിൻ്റെ പ്രൊഫഷനായിരിക്കും, വർക്കിൽ അറിവുണ്ടായിരിക്കണം എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. MTS എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് വരുന്നത്. ചൗക്കിദാർ പോസ്റ്റാണ് ഇവിടെ പറഞ്ഞത്, എസ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ്, ഇതിനൊക്കെ അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സേ വേണ്ടു കേട്ടോ. അതുപോലെ സിവിലിയൻ മോട്ടോർ ഡ്രൈവറാണ്. ഓർഡിനറി ഗ്രേഡ് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സോ അല്ല, അതിൻ്റെ തത്തുല്യവുമാണ് യോഗ്യത. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേണ്ടതാണ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, ബോത്ത് ഹെവി അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വേണം. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വണ്ടി ഓടിക്കുന്നതിൽ ഉണ്ടായിരിക്കണം. ഇനി ക്ലീനറാണ്. 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ വർക്കിൽ പ്രൊഫഷണൽ ആയിരിക്കണം, വർക്കിൽ നല്ല അറിവുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്ന വർക്ക്. പിന്നെ ട്രേഡ്സ്മാൻ മേറ്റ് ആണ് പറയുന്നത്. 10ാം ക്ലാസ്സും അതുപോലെ ട്രേഡിലുള്ള അറിവുമാണ് പറയുന്നത്. ഫയർ എഞ്ചിൻ ഡ്രൈവറാണ് പറയുന്നത്. പിന്നെ അതിന് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഷുഡ് ബി പ്രൊഫഷണൽ, വർക്കിൽ നല്ല രീതിയിലുള്ള അറിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് ഹെവി വെഹിക്കിൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫയർമാൻ കോഴ്സൊക്കെ ചെയ്തവർക്ക് ഒരു മുൻഗണനയും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും കാണാൻ സാധിക്കും. അടുത്തത് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓൾ ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഒക്കെ, അതായത് മെയിൻ്റനൻസ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫയർ ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പ്രത്യേകം നമുക്കിവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഫയർ ഫൈറ്റിങ്ങിൻ്റെ മസ്റ്റ് നോ എലമെൻ്ററി പ്രിൻസിപ്പിൾ ഓഫ് ഫയർ ഫൈറ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നല്ല രീതിയിൽ ഫയർ ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുഡ് ഫിസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ലീഡിംഗ് ഫയർമാൻ പോസ്റ്റാണ്. അവിടെ പറയുന്നത് 10ാം ക്ലാസ് തന്നെയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫയർ ഫൈറ്റിങ്ങിലുള്ള നോളജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. ഫിസിക്കൽ അതുപോലെ തന്നെ ഇൻഡുറൻസ് ടെസ്റ്റ് കാര്യങ്ങൾ, ഇതിലേക്ക് നമുക്ക് കിടക്കാം. ട്രേഡ്സ്മാൻ മേറ്റ് ലേബറർ ആണ്. അതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് ഫിസിക്കൽ വരുന്നത്, ഈ ഫിസിക്കൽ സ്റ്റാൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 1.5 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ക്യാരിയിങ് എ വെയിറ്റ് 50 കിലോഗ്രാം, ഏകദേശം 200 മീറ്റർ 100 സെക്കൻഡിനുള്ളിൽ നടക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്.
പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ESMൻ്റെ ആണ്. ESMൻ്റെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ESM ആണ്. അതുപോലെ തന്നെ ഒരു ഏജ് കാറ്റഗറിക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് സെപ്പറേറ്റ് മെൻഷൻ ചെയ്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫയർ എഞ്ചിൻ ഡ്രൈവറിൻ്റെ നോക്കാവുന്നതാണ്. ഫയർ എഞ്ചിൻ ഡ്രൈവറിൽ പറയുന്നത് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് എന്നുള്ളൊരു കാര്യം, ക്യാപ്പബിൾ ഫോർ പെർഫോമിങ് വിവിധ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹൈറ്റ് വിത്തൗട്ട് ഷൂസ് 165 സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇത് കുറവുണ്ട് അവർക്ക്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ളവർക്ക് 2.5 സെൻറ്റിമീറ്ററിൽ ഇളവുണ്ട്. അലൗഡഡ് ഫോർ മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് പ്രത്യേകമായിട്ടുള്ള ഒരു ഇളവ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വേണം, 81.5 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്ത് 85 സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റണം. മിനിമം 50 കിലോഗ്രാം ഭാരം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻഡുറൻസ് ടെസ്റ്റ് അതുപോലെ സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ക്യാരിയിങ് എ മാൻ, അതായത് ഫയർ ലിഫ്റ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഫയർമാൻ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ലിഫ്റ്റിംഗ് നമ്മൾ ചെയ്യണം. 65.5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ക്യാരി ചെയ്തുകൊണ്ട് 183 മീറ്ററോളം 96 സെക്കൻഡിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് 2.7 മീറ്ററിൻ്റെ ഒരു വൈഡ് ഡിച്ച് ചാടുന്നതായിട്ട് ബന്ധപ്പെട്ട ലോങ് ജമ്പ് എന്ന് പറയാം, ലോങ് ജമ്പ് കാണാൻ സാധിക്കും. പിന്നെ ക്ലൈംബിംഗ് 3 മീറ്ററിൻ്റെ ഒരു റോപ്പ് ക്ലൈംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. റോപ്പ് ക്ലൈംബിംഗ് യൂസിങ് ഹാൻഡ് ആൻഡ് ഫീറ്റ്, കാലും കൈയും ഉപയോഗിച്ച് നമുക്ക് കയറാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഫയർ എഞ്ചിൻ ഡ്രൈവറിൻ്റെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഫയർമാൻ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. 2.5 സെൻറ്റിമീറ്റർ ഇളവ് ST ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. 85.5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം. നമുക്ക് ഏകദേശം 65.5 കിലോമീറ്റർ ഭാരമുള്ളൊരു വസ്തു 183 മീറ്റർ 96 സെക്കൻഡിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കണം. 96 സെക്കൻഡിനുള്ളിൽ അത്രയും ദൂരം നമ്മൾ ഈ ഒരു ഭാരം എടുത്ത് നടക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ റൺ ചെയ്യണം, നടക്കണം, ആ ഒരു കാര്യം. അതുപോലെ തന്നെ ലോങ് ജമ്പ് 2.7 മീറ്ററിൻ്റെത്, പിന്നെ റോപ്പ് ക്ലൈംബിങ് 3 മീറ്ററിൻ്റെത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കി മനസ്സിലാക്കാം. നമ്മൾ വീണ്ടും പറയുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടും. അതേ സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ലീഡിംഗ് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രയും പോസ്റ്റുകൾ, അതായത് CCI, കുക്ക്, MTS, അതുപോലെ ക്ലീനർ, ട്രേഡ്സ്മാന്, പിന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഫയർമാന്, ലീഡിംഗ് ഫയർമാൻ, ഈ പോസ്റ്റുകൾക്കൊക്കെ അപേക്ഷിക്കാൻ 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് 18 to 27 വയസ്സ് വരെയുള്ളവർക്കും സാധിക്കും. സോ ഇത് കൂടാതെ SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലുള്ളവും നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫ് 3 മാസത്തിൽ പഴക്കം കൂടാത്ത ഫോട്ടോഗ്രാഫ് തന്നെ ആയിരിക്കണം കേട്ടോ. അതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒട്ടിച്ചയക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 ഫോട്ടോഗ്രാഫ് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, നമ്മുടെ മുഖഭാഗം വരുന്ന ഭാഗം, അവിടെ ഒപ്പിട്ടിട്ട് എന്ത് ചെയ്യണം, ഡ്യൂലി സെൽഫ് അറ്റസ്റ്റഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതും അതിൻ്റെ കൂടെ വെച്ച് അയക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ഇവിടെ നമുക്ക് സിലബസ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സ്പെഷ്യലി നമ്മുടെ ആധാർ കാർഡിൻ്റെ കാര്യമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. 10 വർഷത്തിൽ കൂടുതൽ, അതായത് 10 years ഏജ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. അത് പണ്ടെടുത്ത ആധാർ കാർഡ് ഉണ്ടല്ലോ, അത് അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ എൻവലപ്പ് മുകളിൽ നമ്മൾ ടു ഫ്രം ഒക്കെ എഴുതുന്ന ആ ഒരു കവർ ഉണ്ടല്ലോ, ആ കവറിൻ്റെ മുകളിൽ പ്രത്യേകം എഴുതേണ്ട ഒരു ഫോർമാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവരപ്പം തന്നെ റിജക്റ്റ് ചെയ്യും. ആകെ വേക്കൻസി കുറവേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഈ ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. 2 അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് നമ്മൾ ഒപ്പിടുക. ഇത് നമ്മുടെ ഫോട്ടോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോട്ടോയിൽ എന്ത് ചെയ്യുക, എങ്ങനെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ശരൺ എന്ന് പറയുന്ന ഒരാളാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ശരണിൻ്റെ സിഗ്നേച്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുറത്തുകൊണ്ട് അതുപോലെ തന്നെ സിഗ്നേച്ചർ PSCയിലെല്ലാം പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ സിഗ്നേച്ചർ ചെയ്യില്ല, അതുപോലെ ചെയ്യണം. പിന്നെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ, ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്, ഫയർമാൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ, അത് കൃത്യമായിട്ട് എഴുതുക. ഇതൊക്കെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് നിങ്ങൾക്ക് എഴുതാം, ഫുൾ നെയിം എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഫംഗ്ഷൻ, അതായത് വർക്ക് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം, ഇമെയിൽ ID, ആധാർ നമ്പർ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്ഥലം, ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ. ഇത് തന്നെ നിങ്ങൾക്ക്
തന്നെ എഴുതാൻ പറ്റുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് ഈ ബോക്സിൽ കൊടുക്കുക. 10ാം ക്ലാസ്സിൻ്റെ 10ാം ക്ലാസ് നെയിം ഓഫ് സ്കൂൾ കൊടുക്കുക. പിന്നെ ബോർഡ് ഏത് ബോർഡിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ് കൃത്യമായിട്ട് 10ൻ്റെ 10 +2 ഡിഗ്രീൻ്റെ ഡിഗ്രി അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. റിമാർക്ക് എന്നുള്ളിടത്ത് നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ പാസ് എന്ന് എഴുതുക, ഫെയിലാണെങ്കിൽ ഫെയിൽ എന്ന് എഴുതുക. ക്വാളിഫിക്കേഷൻ ഫെയിൽ ആയിട്ടുള്ള ഫെയിലും എഴുതുക കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലുള്ള ഒരു പോസ്റ്റിനാണ് എഴുതുന്നത്, ഫെയിൽ എഴുതാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമുക്കൊരു നെഗറ്റീവ് വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഇപ്പം ബിടെക് ഒക്കെ പഠിച്ചിട്ട് സപ്ലിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വേണ്ടിക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ചെയ്യാം. ബിടെക് പോലുള്ള ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്, ആ ഒരു രീതി ചെയ്യാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജെൻഡർ മെയിൽ ഫീമെയിൽ ലാദർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെക്കണം. നമ്മൾ എന്തൊക്കെ ഇവിടെ കൊടുക്കുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എക്സ് സർവീസ്മാൻ്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കോപ്പി എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ OBC ആകുമ്പോൾ OBCൻ്റെ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ് എന്ന് എഴുതിയാൽ 10ാം ക്ലാസ്സിൻ്റെ കോപ്പി എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി നമ്മൾ SSLC ബുക്കിൻ്റെ കോപ്പി വെക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഫില്ലാവും. ഇതിൽ പറയുന്ന മെയിൻ കാര്യങ്ങളും ഫില്ലാവും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ നമ്മുടെ ഒരു രേഖയുടെ കോപ്പി കൂടി കൊടുക്കണം. ആധാർ, അതുപോലെ തന്നെ SSLC ബുക്ക്, ക്വാളിഫിക്കേഷൻ തെളിയിക്കാനായിട്ട് SSLC ബുക്ക്, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ വെദർ രജിസ്റ്റേർഡ് വിത്ത് എനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയിഡ് ആണോ, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിഡ് ആണെങ്കിൽ എസ് ടിക്ക് ചെയ്യുക, അല്ലെ നോ ടിക്ക് ചെയ്യുക. ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏത് സ്റ്റേഷനിലാണ് നമുക്ക് ജോലി കിട്ടുക. ഇപ്പം ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂർ, ഡൽഹിയാണ് ഡൽഹി, ഏത് പ്ലേസിലാണ് നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യം, പ്രിഫറൻസ് അനുസരിച്ച് ചോയ്സ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഡേറ്റ്, പ്ലേസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഇടുക. ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അഡ്മിറ്റ് കാർഡിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ആൻഡ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ. റോൾ നമ്പർ നമ്മൾ ചെയ്യേണ്ട, കാൻഡിഡേറ്റ് നമ്പർ നമ്മൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫോട്ടോ വെക്കുക, ഒപ്പിടുക, കാര്യങ്ങൾ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫാദർ നെയിം, ഇതൊക്കെ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുക. ഈ സ്കിൽ ടെസ്റ്റ്, എക്സാമിനേഷൻ സ്കെഡ്യൂൾ ഇതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട, കാരണം ഇത് നമ്മുടെ കയ്യിലുള്ളതല്ല. പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ അലോക്കേറ്റഡ് ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ആപ്ലിക്കേഷൻ രജിസ്റ്റർ നമ്പർ ഇത് ചെയ്യരുത്. ഇതിൽ നമുക്ക് അറിയുന്ന മാത്രം എന്ത് ചെയ്യുക നമ്മൾ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് ഇത് വിടുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് അയക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെക്ഷൻ ഉണ്ട്. അതും നമ്മൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് സ്കിൽ ടെസ്റ്റ്, ഒന്ന് നമുക്ക് ഫിസിക്കലി ആ രീതിയിൽ പല അഡ്മിറ്റ് കാർഡായിട്ട് അയക്കാനായിരിക്കും. ഇത് നമ്മൾ മസ്റ്റായിട്ടെല്ലാം ഫില്ല് ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ OBC ആകുന്ന സമയത്ത് ഈ OBC ഡിക്ലറേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നയാളുടെ മകനായിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ വൈഫ് ആ ഒരു സംഭവമൊക്കെ എഴുതിയിട്ട് കൃത്യമായിട്ട് ഈ ഒരു ടൗണിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്റ്റേറ്റിൽ ജീവിക്കുകയാണെന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ എഴുതിയിട്ട് നമ്മൾ തന്നെ ഒപ്പിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ സാധനം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം, OBC സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അപേക്ഷ സമർപ്പിക്കുന്ന ഒരു കത്തയക്കുന്ന ആ ലെറ്റർ പാഡില്ലേ, എൻവിലപ്പ് എന്ന് പറയും, ആ ഒരു എൻവിലപ്പിൻ്റെ മുകളിൽ എങ്ങനെ ആയിരിക്കണം, അതായത് ഇത് ഇപ്പോൾ സീൽ ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിരിക്കും നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതോ അല്ലെങ്കിൽ പ്രിൻറ്റോ കാര്യങ്ങളോ എടുത്ത് അത് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം പക്കയായിട്ട് അവിടെ ഉണ്ടായിരിക്കണം, അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഫയർമാൻ ആണെങ്കിൽ ഫയർമാൻ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എഴുതുക, ഫയർമാൻ എന്ന് എഴുതുക. കാറ്റഗറി ഏതാണ്, ഏത് കാറ്റഗറിയിലേക്കാണെന്നുള്ളത് എഴുതുക. കാറ്റഗറി മീൻസ് ജനറൽ OBC ആ ഒരു ടൈപ്പിൽ. പിന്നെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ എന്ത് ചെയ്യുക, ഇവിടെ ഒപ്പിടുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് 50 മാർക്ക് വരെയാണ്, 50% വരെയാണ്, അപ് ടു 50% വരെയാണ് നിങ്ങൾക്ക് SSLCയിൽ മാർക്കെങ്കിൽ 49%, 49 എന്ന് ഇവിടെ എഴുതുക, ശതമാനം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 51 മുതൽ 60% വരെയാണ് നീല മഷിയിൽ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ 61% മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് കളറിൽ ഇവിടെ എഴുതുക. എന്നിട്ട് ഇവിടെ ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ പേര് നേരത്തെ പറഞ്ഞ പോലെ ശരൺ, കോഴിക്കോട് നിയർ റെയിൽവേ സ്റ്റേഷൻ PO, അവിടുത്തെ പോസ്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ആ ഒരു രീതിയിൽ എഴുതുക. ടു അഡ്രസ്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ പോകേണ്ടത്. ഈ രീതിയിലാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ ഓർഡിനറി പോസ്റ്റ് ആയിട്ടോ എങ്ങനെയായിട്ടോ അയക്കാം. ഏറ്റവും നല്ലത് സ്പീഡ് പോസ്റ്റ് ആണ്, പെട്ടെന്ന് അവിടെ എത്തും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ പോവുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോട്ടോ ഞാൻ ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കണ്ട നോട്ടിഫിക്കേഷൻ ഇല്ലേ, അതും അവിടെ ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അപ്ഡേറ്റിന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കേണ്ട.